ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ ഗതാഗത മന്ത്രി നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ദിവസം മുഴുവൻ, ഇന്നലത്തെ ദിവസം മുഴുവൻ അദ്ദേഹം അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്. അവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ വിളിക്കുന്നു. PC വിശ്വനാഥനെ വിളിച്ച് കോൺഗ്രസിന്റെ അവിടുത്തെ സംവിധാനത്തെ ഒന്ന് അലേർട്ട് ചെയ്യാൻ, അവിടുന്ന് സിദ്ധരാമയ്യയുടെ ഓഫീസിനുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്താനൊക്കെ ശ്രമിക്കുന്നു. കുറച്ചു മുമ്പ് മനാഫ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ട് ഒരു കേരളക്കാരനാണ് എന്നുള്ളത് കൊണ്ട് ആ സംവിധാനത്തെ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ. അവിടെ കർണാടക സ്വദേശികളായ ആളുകൾ ആ മണ്ണിനടിയിലുണ്ട്. അവരുടെ ബന്ധുക്കൾ നിസ്സഹായരായി കുത്തിയിരിക്കുകയാണ്. അവരുണ്ട് എന്ന് വിചാരിക്കുന്നിടത്തേക്കാണ് ഈ മണ്ണ് കോരിയിടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒരു സംസ്ഥാനം ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ഒരു ദുരന്ത മേഖലയിൽ? മാധു, നമ്മൾ ഒരു ദുരന്ത സമയത്ത് അത്രമാത്രമൊക്കെ കടന്നു വായന ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ എന്തായാലും ഈ പറയുന്നതിനെ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അവിടെ ഇപ്പോഴെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചോളം യാഥാർത്ഥ്യബോധത്തോടെയും അതുപോലെ തന്നെ വളരെ പ്രായോഗികമായും ചിന്തിക്കുക. ശ്രീ അരുൺ ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ എത്രമാത്രം ദുഷ്കരമാണെന്നുള്ളത് പറയുകയുണ്ടായി. അവിടെ അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ ഇതെന്ന് വെച്ചാൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതലായിട്ട് മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അത് പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടെ പരമാവധി എനിക്ക് തോന്നുന്നു 5-6 എക്സ്കവേറ്റേഴ്സോളം ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതിനകത്തുള്ളത്, ഇത് നേരെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് പുഴയാണ്. ഈ പുഴയിലേക്കാണ് വെള്ളം ഈ മണ്ണ് ഒലിച്ചു പോകുന്നത്. അപ്പോൾ 4 സൈഡിൽ നിന്നും ഈ ഒരു പ്രവർത്തനം സാധ്യമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാനൊരു വിദഗ്ധനല്ല. അരുൺ സാറിന് കുറച്ചുകൂടി അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ കഴിയും. 4 സൈഡിൽ നിന്നും മാറ്റാൻ കഴിയില്ല. മാത്രമല്ല, ഈ മണ്ണ് മാറ്റുമ്പോൾ കൂടുതൽ മണ്ണ് ഇടിഞ്ഞു വരുന്നുണ്ട്. ആ മണ്ണ് ഇനിയും ഇടിയുന്നതിനെ ഒരു സാഹചര്യം ഒഴിവാക്കുകയും വേണം. അവിടെ ഇപ്പോൾ റോഡ് നിർമ്മിച്ചതിലുള്ള പ്രശ്നത്തെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. കാരണം വളരെ 90 ഡിഗ്രി ആംഗിളിലാണ് അവിടെ മല കട്ട് ചെയ്തത് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽപ്പുണ്ട്. സാധാരണ 45 ഡിഗ്രിയിൽ വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ 90 ഡിഗ്രിയിലുള്ള മല ഏകദേശം വീണ്ടും ഇളകി താഴത്തേക്ക് വന്നാൽ കൂടുതൽ അത്യാഹിതം ഉണ്ടാകുന്ന സാഹചര്യം. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുള്ളൂ. റഡാർ സംവിധാനം വർക്ക് ചെയ്യുന്നില്ല. അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ മണ്ണ് അത്രമാത്രം ചളിയും വെള്ളവും ഒഴിഞ്ഞ് മരവും കല്ലുമെല്ലാം കൂടിയാണ് വന്നിരിക്കുന്നത്. അതിനകത്തേക്ക് റഡാർ ഇറങ്ങുന്നില്ല. ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു, കവളപ്പാറയെ സംബന്ധിച്ചും പെട്ടിമുടിയെ സംബന്ധിച്ചും, പെട്ടിമുടിയിൽ നമുക്ക് 4 പേരുടെ മൃതദേഹങ്ങൾ നമുക്ക് ലഭിച്ചില്ല, കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞില്ല. കവളപ്പാറയിൽ 9 പേരുടെ മൃതദേഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യമൊക്കെ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുമ്പോൾ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1% എന്നല്ല, ഒരു 0.001% ചാൻസ് പോലും ഒഴിവാക്കാൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പരമാവധി സംവിധാനം നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ വൈകാരികമായി പോലെ ഈ അത്രയും ദുരന്തം നടന്ന NDRF ഉൾപ്പെടെ മുഴുവൻ സംവിധാനവും പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ആർമിക്കൊക്കെ വേണ്ടിയിട്ടുള്ള നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി ഇന്ന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന HD കുമാരസ്വാമിയാണ്. അദ്ദേഹം അവിടെ ഒന്ന് നോക്കിയിട്ട് പറയുന്നത് അവിടെ ഒരു ആർമിയുടെ ആവശ്യമില്ല എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അവിടെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടാവാം അദ്ദേഹം പറയുന്നത്. പക്ഷെ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഇവിടുന്ന് കുറെ പേര് ചെന്ന് അവിടെ ചെയ്യാമെന്നൊക്കെ പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള എത്രമാത്രം ചെയ്യാൻ സാധിക്കും. കാരണം നാളെ ഇവിടുന്ന് പോകുന്നവർ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ പ്രൊഫഷണലായ ഒരു സംവിധാനത്തെ ഉപയോഗിക്കാൻ കഴിയുന്നവർ ആദ്യത്തെ കുറെ ദിവസം എന്തു ചെയ്യുകയായിരുന്നു എന്നതൊരു ചോദ്യമാണ്. ശ്രീ രാജു പി നായർ, അതിവായനയല്ല, അത് ചെയ്യാത്തതാണ്. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ 2 സംസ്ഥാനങ്ങൾ ഇൻവോൾവ് ആയി നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് അവരുടെ സഹകരണം അർജുന്റെ ജീവന് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയല്ല ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരിക എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ്. പക്ഷേ നമ്മൾ അതിലേക്ക് കടക്കാത്തത് പല കാര്യങ്ങൾ കൊണ്ടാണ്. ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത അങ്ങ് ചൂണ്ടിക്കാണിച്ചത് നമ്മൾ അറിയാൻ ചോദിക്കാത്തതല്ല. ഈ പറയുന്ന മിസ്സിംഗ് കേസ് കാണാതെ മിണ്ടാതെ ഇരുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചോദിക്കാനുള്ളതാണ്. പക്ഷെ ചോദിക്കാത്തത് ഈ സമയമായതുകൊണ്ടാണ്. അങ്ങനെ ഒരു ബോധമുള്ളത് കൊണ്ട് പലതും ചോദിക്കാതെയും പറയാതെയും പോകുന്നതാണ്. അപ്പോഴാണ് ഈ പറയുന്നത് പോലെയുള്ള അനാസ്ഥയും ഇത്തരത്തിലുള്ള ധാർഷ്ട്യവും ഒക്കെ കാണിക്കുന്നത് എന്നുള്ളത് ചോദിച്ച് പോകുന്നത് മാത്രമാണ് എന്നുള്ളത് അങ്ങേക്ക് മനസ്സിലാകും. അതുകൊണ്ട് അതിവായന എന്നൊന്നും അങ്ങ് അതിനെ വായിച്ചു കളയല്ലേ.